ടൈലേഴ്സ് ഇ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വല്ല ആണിയിലൊക്കെ കുത്തിക്കീറിയിട്ടോ ഒക്കെ നമ്മൾ നല്ല വിലപിടിപ്പുള്ള പല വസ്ത്രങ്ങളും കുത്തിക്കീറി ശരിയാക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കളയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ വരുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്കിനി വളരെ എളുപ്പത്തിൽ നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് പറ്റുന്ന ഒരു ടേപ്പാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ടേപ്പിൻ്റെ പേര് ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറയാറില്ല നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു സാരിയാണ്. സാരിയുടെ ഈ ഭാഗത്ത് കണ്ടോ അവിടെ ഇങ്ങനെ കുത്തിക്കീറി ഇരിക്കുകയാണ്, അവിടെ പിന്നി കീറിയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ ടേപ്പ് വെച്ച് എങ്ങനെയാണ് അത് ഒട്ടിച്ചെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സ്വയം ചെയ്യാവുന്നതാണ്. ടൈലറുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അതിനായിട്ട് ഈ നൂലൊക്കെ കണ്ടോ കറക്റ്റ് ഇങ്ങനെ ഈ നൂലൊക്കെ കറക്റ്റ് ഒപ്പം വെച്ച് നമ്മളൊന്ന് അതിനെ അയൺ ചെയ്തെടുക്കണം. ഇതിൻ്റെ സാരിയുടെ ഒരറ്റത്തുനിന്ന് ഞാൻ ഇതേ ഡിസൈൻ വരുന്ന രീതിയിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തേക്കാണ്. കണ്ടോ ഇത് ഈ ഡിസൈനൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ അതിനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളതിനെ ആ ടേപ്പ് വെച്ചിട്ട് നമുക്ക് അതവിടെ ഒട്ടിച്ചെടുക്കണത്. കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ടേപ്പിനെ മുറിച്ചെടുക്കണം. ഇതിൽ വെച്ചിട്ട് തന്നെ കറക്റ്റ് അതേ അളവിൽ തന്നെ നമുക്ക് ആ ടേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസും കൂടി കട്ട് ചെയ്താലേ അതിൻ്റെ ഒപ്പത്തിന് നമുക്ക് ആവുള്ളൂ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുന്ന രീതിയിൽ ഈ തുണിയിൽ നല്ല വശത്താണ് നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന പീസിൻ്റെ നല്ല വശത്താണ് പീസ് വയ്ക്കുന്നത് കേട്ടോ. അത് നല്ല വശം. അത് കട്ട് ചെയ്ത ആ പീസിൻ്റെ വശത്ത് നമ്മൾ ഈ ടേപ്പ് വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ ഈ തുണിയിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഡിസൈനൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ ഈ സാരിയിൽ ഞാനത് വെച്ചിരിക്കുകയാണ്. കണ്ടോ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ചൂടിൽ നമ്മളതിനെ അയൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ ഇങ്ങനെ അയൺ ചെയ്യും. അപ്പോൾ നമ്മൾ വെച്ച ടേപ്പും ആ തുണിയും അടക്കം അവിടെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞു. ഇതേപോലെ അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നു. ഇനി അതവിടെ വിട്ടുപോരുമൊന്നുമില്ല. കറക്റ്റായിട്ട് അതവിടെ ഒട്ടി ഇരിക്കുകയാണ്. ഇതാണ് നല്ല വശം. നല്ല വശം നോക്ക്, അതവിടെ അങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിൽ അവിടെ അത് ഒട്ടി പിടിച്ചു കഴിഞ്ഞു. നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ വെച്ചിരിക്കുന്ന പീസ് അവിടെ നിന്ന് വിട്ടുപോരാൻ പാടില്ല. അല്ലോ അപ്പോൾ അത് അറിയുക പോലും ഇല്ല അതവിടെ അങ്ങനെ ഒരു പീസ് വെച്ചത്. അല്ലോ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അവിടെ. എല്ലാവർക്കും വീട്ടമ്മമാർക്കൊക്കെ ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ ടേപ്പ് കേട്ടോ. ഈ ടേപ്പ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇതൊന്ന് ഒട്ടിപ്പിടിച്ചു അവിടെ, ഇനി അത് വിട്ടുപോരൊന്നുമില്ല. ഇതാണ് നമ്മൾ അവിടെ വെച്ച പീസ്. ഇത് ഒരു കട്ടോരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. നമ്മളിതുപോലെ കട്ട് ചെയ്യണ സമയത്തൊക്കെ നമ്മൾ കത്രിക കൊണ്ട് ഇതുപോലെ വിട്ടു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ പാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ടേപ്പ് ഉപയോഗിച്ചിട്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മളൊന്ന് നോക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം തന്നെ ഒരു പീസ് ടേപ്പ് ആ കട്ടിങ് വന്ന ആ ഭാഗത്ത് അത് മറയുന്ന രീതിയിൽ നമ്മൾ വയ്ക്കുക. അത് വെച്ചതിന് ശേഷം ഇതേ കളർ തുണി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതല്ല അതേ കളർ തുണി അല്ലെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന ഏത് കളർ തുണിയായാലും കുഴപ്പമില്ല, അറിയൊന്നുമില്ല. അത് അപ്പുറത്തെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് തുണിയാണ് നമ്മൾ അതിൻ്റെ ബാക്ക് പാർട്ടിൽ വെച്ചിരിക്കുന്നത്, ബാക്ക് സൈഡിൽ വെച്ചിരിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് അതേ ഫാബ്രിക് തന്നെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിങ്ങനെ കറക്റ്റ് ആ കട്ട് ചെയ്ത ഭാഗം മൂടുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്യുമ്പോൾ ചൂട് കൂടുതലുണ്ടാകരുത്, ഒരു മീഡിയം ചൂടിൽ അല്ലെങ്കിൽ വളരെ ചെറിയ ചൂടിൽ വേണം ഇട്ടിട്ട് അത് അയൺ ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ചും കൂടി ആ ഭാഗത്ത് ഒന്നും കൂടി അത് ഒട്ടിച്ചെടുക്കാനുണ്ട്. കുറച്ച് ഭാഗം കൂടി അവിടെ അതിനായിട്ട് ഞാനൊരു പീസ് അവിടെ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരു പീസും കൂടി വെക്കുകയാണ് അവിടെ. കണ്ടോ ഇങ്ങനെ
ഇതവിടെ വെച്ച് ഒന്നുകൂടി അയൺ ചെയ്തെടുക്കാം. വെച്ച് അയൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവിടെ അത് കൃത്യമായിട്ട് പൊട്ടി പിടിച്ചു കണ്ടോ. അപ്പുറത്തെ ഭാഗത്തൊന്നും അത് അറിയാത്ത രീതിയിൽ തന്നെ അതവിടെ പൊട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അറിയാത്ത രീതിയിൽ തന്നെ അതിനി വിട്ടുപോരൊന്നുമില്ല അവിടുന്ന്. ഇത് ഒരു സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അതിന് ഞാൻ ത്രെഡ് വെച്ച് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചീത്തവശത്ത് തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്ത് നമുക്കിതുപോലെ തന്നെ ടേപ്പ് വെച്ചെടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് അയൺ ചെയ്തിടുക. അതിനുശേഷം ചീത്തവശത്ത് ഈ പീസ് വെച്ച് അടിച്ചിരിക്കുന്നതിൻ്റെ ആ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും. അപ്പുറത്ത് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ പാടൊക്കെ നമുക്ക് അപ്പുറത്ത് കാണുമല്ലോ. അതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കവിടെ കൈ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതവിടെ ഇങ്ങനെ വെച്ച് ചെയ്യണത്. ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇതവിടെ ഇനി അതവിടെ നിന്ന് വിട്ടു പോരാത്ത രീതിയിൽ തന്നെ ഇതവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇനി നല്ല വശം നോക്കി നോക്കാം. അവിടെ ഉണ്ടോ സ്റ്റിച്ചിൻ്റെ പാടൊന്നുമില്ലാതെ എത്ര പെർഫെക്റ്റായിട്ടാണ് നമുക്കവിടെ സ്ലീവ് കിട്ടിയേക്കുന്നത് എന്ന് നോക്കിയേ. ഇത് കണ്ടോ, ഇത് വളരെ നൈസായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫാബ്രിക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഗൗൺ അടിക്കുക, അതുപോലെ സ്കേർട്ട് അടിക്കുക, ഫ്രോക്കോ ഒക്കെ അടിക്കുമ്പോൾ നമുക്കത് അടിഭാഗമൊക്കെ മടക്കി അടിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്കിതിനെ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ആദ്യം തന്നെ ചെറുതായി ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടേപ്പ് വെച്ച് കൊടുക്കുക. ഈ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും മടക്കുക. മടക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, വളരെ നൈസായിട്ടുള്ള ഷിഫോണോ അല്ലെങ്കിൽ ജോർജറ്റ് പോലെയുള്ള തുണികളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മീതെ കൂടെ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഗൗണൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അയൺ ചെയ്താലും അതിൻ്റെ അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ടൈലേഴ്സിൻ്റെ വർക്കൊക്കെ കുറേ കൂടി ഈസി ആക്കാനായിട്ടുള്ള ഒരു ടേപ്പാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. തയ്യൽക്കാർക്കും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും ഉപയോഗപ്രദമായ ഈ ടേപ്പിൻ്റെ പേര് റിവിൽ സിവിൽ ടേപ്പ് എന്നാണ്. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന വലിയ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടി വില കുറവാണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി.